എനിക്ക് ഇരുന്നിരുന്ന് ബോറടിച്ചു. ഒന്ന് പെട്ടെന്ന് വരണേ. നമസ്കാരം മാഡം. നമസ്കാരം മാഡം. നമസ്കാരം. അതെന്താ ടീച്ചറെ, നിങ്ങൾ പഠിപ്പിക്കുമ്പോ മാത്രം കുട്ടികൾ സൈലന്റ് ആയിരിക്കുന്നത്? ഞങ്ങൾ പഠിപ്പിക്കാൻ ചെല്ലുമ്പോ കുട്ടികളൊക്കെ ഭയങ്കര ബഹളാ. അത് മാത്രമല്ല മാഡം, നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാലുണ്ടല്ലോ തിരിച്ചെതിർത്താ സംസാരിക്കുന്നത്. പിന്നെ അടിക്കാൻ പോയാലുണ്ടല്ലോ ആ ഒരു ചീത്ത ഭാഷയുണ്ടല്ലോ, അതും പറഞ്ഞിട്ട് നിങ്ങൾ പോയി പണി നോക്കുന്നാ പറയണേ. വായിൽ വരുന്ന പോലെയൊക്കെ പിള്ളേര് സംസാരിക്കുന്നത്. എനിക്ക് മടുത്തു ഈ ജോലി. ഇട്ടെറിഞ്ഞ് പോവാനാ തോന്നുന്നത്. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ആക്കണേന്ന്. ടീച്ചർ, അത് അങ്ങനെയല്ല. നമ്മളിങ്ങനെ ഇട്ട് വഴക്ക് പറയുന്നതൊക്കെ കോമൺ ആയി പോയില്ലേ? ഒരു ദിവസം അവരെ വഴക്ക് പറയാണ്ടിരുന്ന പോലും നമുക്ക് ഉറക്കം വരത്തില്ലല്ലോന്നേ. മാഡം ഇത് കേൾക്കണം മാഡം. ഞാൻ ഈ ജോലി പൈസക്ക് വേണ്ടി വരുന്നതല്ല. എനിക്ക് 3 ഏക്കർ സ്ഥലമുണ്ട്. ജന്മാജന്മമായിട്ട് ഇരുന്ന് കഴിച്ചാൽ പോലും എന്റെ സ്വത്ത് തീരത്തില്ല. പിന്നെ ഇടയ്ക്ക് മുറുക്കാനുള്ള പൈസ കിട്ടുമെന്ന് ഓർത്ത് വരുന്നതാണ്. ഐ എം വെരി ഹാപ്പി. എന്തോ എനിക്ക് എങ്ങനെയോ ട്രാൻസ്ഫർ കിട്ടി. നിങ്ങൾ ആദ്യം ഇവിടുന്ന് പോയി താ, എന്നാ ഞങ്ങളെങ്കിലും സന്തോഷമായിട്ടിരിക്കും. എടാ നോക്കി കണ്ടൊക്കെ കത്തിക്കടാ. വായിലിടും പറഞ്ഞേക്കാം. എന്നാ വന്നിടറാ. എന്തോ നട നേരം വിളിക്കുന്ന കടയുടെ മുന്നിൽ ഒന്ന് വഴക്കുണ്ടാക്കുന്നത്. അങ്ങോട്ട് മാറുന്നില്ലേ? ചേട്ടാ, എന്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇവൻ ഒറ്റ ഒരുത്തനെ വിശ്വസിച്ചുകൊണ്ട് ഇലക്ഷനിൽ മത്സരിച്ച് 5 ഏക്കർ സ്ഥലവും വിറ്റ് 5 ലക്ഷം രൂപ ഇവന് ഞാൻ കൊടുത്തു. 5 വോട്ട് പോലും എനിക്ക് കിട്ടിയില്ല. അങ്ങനല്ലല്ലോ, നിനക്ക് 5 വോട്ട് കിട്ടിയല്ലോ. ആരാടാ വോട്ട് ചെയ്തത്? ആരുടെന്നറിയോ? എന്റേത്, എന്റെ ഭാര്യയുടേത്, എന്റെ അച്ഛൻ്റെത്, എന്റെ അമ്മയുടേത്, എന്റെ ചേച്ചിയുടേത്. ആകെ 5 വോട്ട് ഉള്ളതൊരു വീട്. എനിക്ക് പോവാൻ പോലും ഇപ്പൊ പേടിയാ. വീട്ടിൽ പോവാൻ പേടിയോ? എന്നതിന്? അതവന്റെ ഭാര്യ അവനെ ചെരിപ്പൂരി അടിക്കും. നിന്നെ അടിക്കാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവനും അവന്റെ ഒരു മോന്തി. സുമർ സുമർ സുമർ, ആരും മിണ്ടരുത്, ആരും മിണ്ടരുത്. ഇവനേതാ ഈ പുതിയൊരുത്തൻ? അവൻ നമ്മുടെ റാവുത്തറിന്റെ അനിയനാ. ആള് മഹാപേശക. ഇന്നലെ ഒരുത്തനെ ചോര തുപ്പുന്നത് വരെ ഇടിച്ചു. എടാ അളിയാ, ഒരു ചായ ഇടടാ. ഓ വന്നല്ലോ ചായ. പഴയുള്ള പറ്റൊക്കെ തീർക്കടാ. എടാ കണക്കിലെഴുതിക്കടാ. ആ പയ്യനെ ഇന്നലെ അവൻ തന്റെ മുന്നിൽ വെച്ച് വെള്ളം തുപ്പിയെന്ന് പറഞ്ഞ് ഇടിച്ച് മുഖവും മൂക്കും ഒക്കെ പഞ്ചറാക്കി. വായിന്നൊക്കെ ചോര വരുന്നുണ്ടായിരുന്നു. ഈ രാവുത്തർ കാണിക്കുന്ന എല്ലാ തോന്നിയാസത്തിനും ഇവനാണ് അടിയും പിടിയും കൂടെ നിന്ന് എല്ലാം ചെയ്യുന്നത്. എല്ലാരും കൂടി പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണം. ഓ, അവൻ പിന്നെ എവിടുന്ന് വരികയെന്ന് നിങ്ങളുടെ വിചാരം? അവൻ പോലീസ് സ്റ്റേഷൻ തന്നെയാ ഇപ്പൊ ഇറങ്ങി വരുന്നേ. കഥ അങ്ങനെയാണല്ലേ? അതെ, എന്താ ചെയ്യാ. ഇവന്റെ കൂടെ എടുത്തോ. ശരിയടാ. ഫയൽവാന് മുണ്ട് മടക്കി കുത്തുന്നുണ്ടെങ്കിൽ താൻ ഗോതയിലോട്ട് ഇറങ്ങുകയാണെന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? മോനെ പവനെ. യെസ് സർ. നീ 6 അടിയാണോ അതോ 3 അടിയാണോടാ? ഞാൻ കറക്റ്റായി ജനിച്ചിരിക്കുന്നത് സർ. നീ ജനിച്ചപ്പോ പകുതിയെ പുറത്തു വന്നുള്ളൂ. ബാലൻസ് നിന്റെ അമ്മയുടെ വയറ്റിലാണോ ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക്. സാറ് ജനിച്ചതിന് സംശയമുണ്ട്. കുരുവിനെ കളിയാക്കുന്നോടാ. പോടാ കുന്നിക്കുരുവേ. സത്യം പറഞ്ഞപ്പോ സാറ് ദേഷ്യം വന്നു. ഓ വന്നല്ലോ മിസ്റ്റർ പിൻട്രി. എന്താ ബ്രദർ, സുഖം തന്നെ? എനിക്ക് സുഖമായത് കൊണ്ടാണ് ഞാൻ കാലുമേ കാലിട്ടിരിക്കുന്നത്. ലോകം എന്ന് വെച്ചാ ഒരു കാടുണ്ട്. ആ കാടിനകത്ത് ഒരു സിംഹമൊക്കെ വേണ്ടേ? നിന്നെ പോലത്തെ എത്ര വൃത്തിയേട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടടാ. നമസ്കാരം നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെ? എല്ലാം നല്ലപോലെ പോകുന്നില്ലേ? സാർ, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങോട്ട് വന്നേ. കൊച്ചി അങ്ങോട്ടും ഒക്കെ. അങ്ങോട്ട്. ഇങ്ങനെ തന്നെ നിന്നോ, മാറ്റി നിന്നാ മതി. എല്ലാരും ഒന്ന് ലൈനിൽ നിർത്തണ്ടേ? നിങ്ങൾ പറഞ്ഞു. അതെ സാർ, ചുമരിലെ പെയിന്റ് എല്ലാം പോയി ആകെ വൃത്തികേടായി. പിന്നെ സാർ, ടാപ്പിൽ ഒട്ടും വെള്ളം വരുന്നില്ല. തുള്ളിത്തുള്ളിയായിട്ടാണ് വെള്ളം വരുന്നത്. സാർ, പ്രധാനപ്പെട്ട കാര്യം ടോയ്ലറ്റ്സ്. ടോയ്ലറ്റിലൊക്കെ ഇച്ചിരി സ്മെല്ലൊക്കെ വേണ്ടേ? ഇതിനെ കുറിച്ച് എവിടെ സംസാരിക്കണോ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇരുന്ന് ആ ഫയലെല്ലാം മൂവ് ചെയ്ത് സൈനും ചെയ്യുന്നുണ്ട്. കേട്ടോ? എല്ലാം എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം. മനസ്സിലായോ? പ്ലീസ് സാർ, അതൊക്കെ നോക്കിക്കോണേ സാർ. ഓക്കെ, വരട്ടെ ബ്രദർ. എന്നാ പിന്നെ കാലുമേ കാല് വെച്ചങ്ങോട്ട് അറിയാൻ പൊക്കോ. എന്നാലും ഇവന്മാരെ എങ്ങനെ ഒഴിക്കണോന്ന് ഓർത്തോണ്ടിരിക്കുമ്പോ ഇവന്മാര് ഗ്രൂപ്പ് ആയിട്ട് വന്നിരുന്ന് സംസാരിക്കാം. എന്നാലും ആ പുതിയ ടീച്ചറിനെ കാണാൻ കൊള്ളാം. ഇയാളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഫയൽസ് ഒക്കെ അയച്ചു കാണും തോന്നുന്നുണ്ടോ? ഇതിനു മുമ്പ് നാടിനെ നശിപ്പിച്ചോണ്ടിരുന്നു. ഇപ്പൊ കൊച്ചു പിള്ളേരെ സ്കൂളിൽ നശിപ്പിക്കാൻ വന്നേക്കാം. ഇവൻ ഒരാൾ മതി നാട് നശിക്കാനായിട്ട്.